എത്തിയിട്ടുണ്ട്. ടീമുകളെ അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഓരോ നടക്കുന്ന ഈവന്റുകളും ഓരോ അപ്ഡേറ്റുകളും കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപ്ഡേറ്റ്, അതിന് മുന്നേ ഉണ്ടായിരുന്ന അപ്ഡേറ്റ്, ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും സാധാരണ ഒരു ക്രിപ്റ്റോ കമ്പനി അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കോയിൻ പ്രൊമോട്ട് ചെയ്യുന്ന സൈറ്റുകൾ അപ്ഡേഷൻ വന്നാൽ ആൾക്കാർ പേടിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ അപ്ഡേറ്റിലും നമ്മൾക്ക് പുതിയ ഓരോ ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് കിട്ടുന്നത്. തുടക്കമുള്ള ആൾക്ക് അറിയാം, ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ ലോട്ടറി വന്നു, അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വേർഷൻസ് വരുന്നു, നമ്മൾക്ക് ലെവൽ കമ്മീഷൻ കൂടി അടുത്ത അപ്ഡേറ്റ് വരുന്നു. ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ എന്താണ് മാറ്റങ്ങൾ, എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു നമ്മുടെ കയ്യിൽ ഒരു സാധനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അരിച്ചു പറക്കി അല്ലെങ്കിൽ കീറി മുറിച്ച് പരിശോധിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് എൻ്റെത്. അപ്പൊ നമ്മളും കൃത്യമായിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നമ്മളുടെ ടീമുകളും വലിയ ഇൻവെസ്റ്റേഴ്സ് ആണ്, എൻ്റെ കൂടുതലുള്ള ആളുകൾ. അപ്പോൾ ഞാനൊരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം എനിക്കൊരു പ്രോജക്റ്റോട് ഒരിക്കലും കൈ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയത്. കഴിഞ്ഞ ജനുവരി ഏകദേശം ഇപ്പോൾ ഒരു 6-7 മാസം ആയി നിൽക്കുന്നു ഈ പ്രോജക്റ്റിൽ വന്നിട്ട് മോശമായി പോയി അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആളുകൾ മോശത്തിലായി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും വളരെ സന്തോഷമുള്ള സമയമാണ്. കാരണം ഈ ഒരു ഓണത്തെ എന്റെ കൂടെ നിൽക്കുന്ന ഏകദേശം 30-ൽ കൂടുതൽ ആളുകൾക്ക് ഒരു ദിവസം $100 മേലെ വരുമാനം മേടിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു ഓണത്തെ പൊന്നോണമാക്കാൻ കഴിഞ്ഞു. അതായത് പോക്കറ്റിൽ പൈസ ഉണ്ടോ എന്ന് നോക്കാതെ ചെലവാക്കാൻ പറ്റുന്ന ഒരു 30 പേര് എന്റെ കൂടെ ഉണ്ട്. ഈ ഒരു ഓണം, തീർച്ചയായിട്ടും ഈ ഒരു ഓണം പൊന്നോണമാക്കാൻ വേണ്ടി കഴിയുന്ന ആൾക്കാർ, അങ്ങനെ തന്നെ പറയണം. 30-ൽ കൂടുതൽ ആളുകൾ എന്റെ കൂടി ഈ ഒരു പ്രൊജക്റ്റിൽ വന്നിട്ട് ഏകദേശം $100 എബോ ഒരു ദിവസം വരുമാനം മേടിക്കുന്നു. ഇപ്പൊ നമ്മോട് സംസാരിച്ച ഹരി സാർ എക്സാമ്പിൾ ആണ്. $200 എബോ ഒരു ദിവസം, ഏകദേശം 20,000 രൂപ ഒരു മാസം കണക്കൂട്ടുമ്പോൾ 6 ലക്ഷം രൂപയായി. $25 തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം $12,000 മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തൊരു മനുഷ്യൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾക്ക് കിട്ടുന്ന നോളജ് എന്താണ്, ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, മൈനിങ് എന്താണ്, ഈ മൈനിങ്ങിന്റെ ആധികാരികത എന്താണ്, മൈനിങ് റീലുള്ള സംഭവമാണോ അതല്ല കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണോ? അപ്പോൾ നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും നേരെ പോയിന്റിലേക്ക് പോവാണ്. നമ്മളെ സംബന്ധിച്ചോളം മൈനിങ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LMX എന്ന് പറയുന്നതാണ് ടോക്കന്റെ ടിക്കർ നെയിം, നമുക്ക് എല്ലാവർക്കും അറിയാം. ബിറ്റ് കോയിനൊക്കെ നമ്മൾ BTC എന്ന് വിളിക്കുന്ന പോലെ ലിറ്റ്മെക്സ് പ്രോട്ടോകോളിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ നമ്മൾ ടിക്കർ നെയിം എന്നാണ് പറയുന്നത്, LMX എന്നാണ് പറയാം. നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് സ്പെഷ്യലായ ഒരു പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോക്കൺ ആണ് LMX എന്ന് പറയുന്നത്. കാരണം നമുക്ക് നിലവിൽ ഇതുവരെ വന്നിട്ടുള്ള ഒരുപാട് ടോക്കൺസ് കോയിൻസ് ഒരുപാട് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ പൈ ഏകദേശം $2.8 ആണ്. പൈ നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് $2.8 എന്നൊക്കെ പറയുമ്പോൾ 10 ലക്ഷം ടോക്കൺ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏകദേശം 28 കോടി രൂപ നമുക്ക് ഏൺ ചെയ്യായിരുന്നു. അതുപോലെ ഹാംസ്റ്റർ, ടെലഗ്രാമിന് തന്നെ സ്വന്തം കോയിൻ ആയിട്ടുള്ള ടോൺ ഇപ്പൊ പേര് മാറി ഇപ്പൊ ഗ്രാം എന്നാണ് കാണുന്നത് ഫിനാൻസിലൊക്കെ. അപ്പൊ അവർ ഓൾമോസ്റ്റ് ഇപ്പോ ഫൈനാൻസ് കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് UPI ഒക്കെ ടെലഗ്രാം ത്രൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത മാസം എന്തിരുന്നാലും അവരെ വാലറ്റും കൂടെ വരാൻ പോകണം. അപ്പോൾ അത്രയൊക്കെ ജെനുവിനായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്ന ടെലഗ്രാമിനകത്താണ് മൈനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ പല അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പോകുന്നതും അൺനെസസറി ആയിട്ട് മെസ്സേജ് ഒക്കെ പോകുന്നത് നമ്മളതിന് 2 ഫാക്ടർ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ്. എങ്ങനെ 2 ഫാക്ടർ ചെയ്യണം, ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ടെലഗ്രാം ഒരു ഓപ്പൺ സോഴ്സ് ആണ്. അപ്പൊ എങ്ങനെ 2 ഫാക്ടർ ചെയ്യണം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ വീഡിയോസ് കൊടുത്തതാണ്. ഇനി ഈവൻ പയ്യിൽ തന്നെ അല്ലെങ്കിൽ പല പ്രോജക്റ്റുകളും വന്നിട്ട് പലർക്കും ഏൺ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നതിന്റെ മെയിൻ റീസൺ അവർ ആ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിയുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു $2.8 വന്നിട്ട് വിൽക്കാൻ കഴിഞ്ഞില്ല. വാട്ട്സ് റീസൺ, അവർ കൃത്യമായ സമയത്ത് KYC ചെയ്തിരുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന്റെ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, എന്തൊക്കെയാണ് മനസ്സിലാക്കുക, എപ്പോഴാണ് നമ്മൾ KYC ചെയ്യുന്നത്, എല്ലാ ഇൻഫർമേഷനും അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പ്രവണത, ഒരു സൈറ്റ് അപ്ഡേറ്റിന് പോകുമ്പോഴത്തേനും ആളുകൾ പാനിക് ആവാണ്. അങ്ങനെ പാനിക് ആവേണ്ട ഒരു ആവശ്യം കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഓരോ അപ്ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓരോ പുതിയ വേർഷൻസ് നമ്മളുടെ മിനി ആപ്ലിക്കേഷനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വെരി പ്ലസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ ആയ ടോക്കൺ എന്തുകൊണ്ടാണ് നമ്മൾക്കിപ്പോ പൈ വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെലഗ്രാമിന്റെ ടോൺ വന്നു, ഇപ്പൊ ഗ്രാം എന്നാണ് പേര്, ഈവൻ ടോൺ എന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ പറയാം. ഹാംസ്റ്റർ വന്നു, ഒരുപാട് മൈനിങ് പ്രോജക്റ്റുകൾ വന്നു. പക്ഷെ
ഈ ഒരു പ്രോജക്റ്റിന്റെയും പ്രൈസ് എന്താണെന്നുള്ളതോ എവിടേക്കാണ് ലിസ്റ്റിംഗ് വരാൻ പോകുന്നുള്ളതോ റാങ്ക് എന്താണെന്നുള്ളതോ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ മൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നേ ചാടി പോകുന്നത്. പക്ഷെ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ടോക്കൺ ഏത് റാങ്കിൽ നിൽക്കുന്നു, ഇപ്പൊ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടായി, എത്ര പെർസെന്റേജ് ഓഫ് ടോക്കൺ മൈൻ ചെയ്ത് കഴിഞ്ഞു, ഇനി എത്ര ടോക്കൺ മൈൻ ചെയ്യാനുണ്ട്, എത്ര ടീമായി, എത്ര പേര് പണം ഇൻവെസ്റ്റ് ചെയ്തു, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഡീറ്റെയിലും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് വളരെ സുതാര്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആപ്പിനെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഒന്നുകൂടെ കമ്പനിയോട് നന്ദി രേഖപ്പെടുത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി ലഭിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു ക്രിപ്റ്റോ കറൻസി ഈവൻ ബിറ്റ് കോയിൻ ഉൾപ്പെടെ ഏറ്റവും ചെറിയ പ്രൈസിലാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്താ പറയാ, കുട്ടികള് നമ്മളെ പൈസ ഇട്ട് വെക്കുന്ന, നമ്മളെ കാശി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ പറയാം. കാശി കൊടുക്കുക, പണം ഇട്ട് വെക്കുന്ന കൊടുക്കുക, അതിലത്തെ ഒരു പണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ ലൈഫിനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. പക്ഷെ അവിടെ നമ്മൾ പലപ്പോഴും പോയി ചാടുന്നത് നമ്മുടെ നോളജ് ഇല്ലായ്മ കൊണ്ടാണ്. ഞാനും ഇവിടെ വന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ 8 വർഷം മേലായിട്ട് ക്രിപ്റ്റോയിൽ ചെയ്യുന്നുണ്ട്. ഒരു രൂപ നഷ്ടപ്പെടാതെ ചെയ്തൊരു വ്യക്തിയല്ല. ഒരുപാട് പണം പോയി അടി കിട്ടിയിട്ടാണ് ഞാനും പല കാര്യങ്ങളും പഠിച്ചിരുത്തത്. പക്ഷെ ഇന്ന് നമ്മൾക്ക് അങ്ങനെയല്ല. ഞാനിന്ന് ക്രിപ്റ്റോയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സൂമുകൾ അവൈലബിൾ അല്ല. വീണ്ടും നമ്മൾ പണം കൊടുത്തിട്ടാണ് പേയ്മെന്റ് എടുത്ത് പല രാജ്യങ്ങളിലും പോയി ക്രിപ്റ്റോ സബ്മിറ്റുകളും കാര്യങ്ങളും പഠിച്ച് പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് പല വെബിനാർ സെമിനാറത്തിന് പണം കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത്. സോ അതിന്റെ വാല്യൂ മനസ്സിലാക്കുക. അതിന്റെ വാല്യൂ മനസ്സിലാക്കി ചെയ്യുന്ന വർക്കിനോട് കൃത്യമായിട്ട് 100% ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടോ നിങ്ങളെ കൊണ്ടുവന്ന ലീഡർക്ക് വേണ്ടിയിട്ടല്ല, അവനവന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള ബോധത്തിൽ ആരെന്ന് വർക്ക് ചെയ്ത് തുടങ്ങുന്നു തമ്മിൽ സെറ്റിൽ ആവും. ക്രിപ്റ്റോന്റെ ഇമ്പോർട്ടൻറ്റ് കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു കറൻസിയും ഈവൻ ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, ഇത്തേറിയം ആയിക്കോട്ടെ, ഷിബൈൻ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഏതൊരു കറൻസിയും ഏറ്റവും ചെറിയ പൈസയിൽ നമുക്കൊരു 2 രൂപ, 3 രൂപ, 5 രൂപ, 10 രൂപക്ക് താഴെയാണ് ഏതൊരു കറൻസി നമുക്ക് ലഭിക്കുക. അതിനെ എടുത്ത് വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി സാധിക്കും. അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, നമ്മൾ എടുത്തു വെക്കേണ്ട പാസ്വേഡ്സ്, ട്രസ്റ്റ് വാലറ്റിന്റെ പാസ്വേഡ് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ മെറ്റാമാസ്കിന്റെ പാസ്വേഡ്, ടോക്കൺ ബ്രോക്കറിന്റെ പാസ്വേഡ് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ പാസ്വേഡ് ഒക്കെ ചുരുങ്ങിയത് ഒരു 5 സ്ഥലത്തെങ്കിലും നമ്മളത് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ ഈ പറഞ്ഞിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ടെലഗ്രാം നമ്മൾ 2 ഫാക്ടർ ചെയ്ത് വെക്കണം. അതിന്റെ എല്ലാം വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഗ്രൂപ്പുകളിൽ വന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ അത് നോക്കിയെടുക്കുക. വീഡിയോസിന് ഇനി ആരും പേഴ്സണൽ എന്നെ വിളിക്കേണ്ടതില്ല, എല്ലാ ഗ്രൂപ്പിലും അവൈലബിൾ ആണ്. സോ അത് തപ്പിയെടുക്കുക, കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് ചെയ്തു വെക്കുക. എന്നിരുന്നാലും നമ്മൾ മാറ്ററിലേക്ക് കിടക്കാം. ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് മൈനിങ്? നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ മൈനിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാം. സ്റ്റാർട്ടിങ് ഏത് രീതിയിലാണ് നമുക്ക് മൈനിങ് ഉണ്ടായിരുന്നത്? ക്രിപ്റ്റോ മൈനിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മൈനിങ് ഫാമുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം മൈനിങ് ഫാമുകളാണ്. എന്തുകൊണ്ട് ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം നമുക്കറിയാം, ഒരു മൈനിങ് ഫാം എന്ന് പറയുമ്പോൾ ഒരുപാട് സിസ്റ്റം വേണം, ഗ്രാഫിക്സ് കാർഡുകൾ വേണം, അതിന് ഇലക്ട്രിസിറ്റി വളരെ കൂടുതലായിട്ട് കൺസപ്ഷൻ ഉള്ള ഒരു മേഖലയും കൂടിയാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് കടന്നു വരാൻ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അതായത് ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയോ കൊണ്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല മൈനിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നും മാർക്കറ്റിൽ അവൈലബിൾ ആണ് മെഷീനറീസ്. നമുക്ക് മേടിക്കണം, അത്യാവശ്യം ഒരു 10-20 ലക്ഷം രൂപ ഒക്കെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈനിങ് മെഷീൻ നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒതുങ്ങുന്ന റേഞ്ചിൽ ഒരു 12 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഒക്കെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈനിങ് മെഷീൻ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് മൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മെയിൻ്റനൻസ്, ഇലക്ട്രിസിറ്റി ബില്ല് എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇത്തരത്തിൽ വരുന്ന ഒരു ഇലക്ട്രിസിറ്റി ബില്ലല്ല നമുക്ക് മൈനിങ് മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുക. കാരണം നമുക്ക് ലഭിക്കുന്നത് BTC, ഇതേറിയം തുടങ്ങിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളാണ്. അപ്പൊ അത്തരത്തിൽ മൈനിങ് കോസ്റ്റും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലും വളരെ കൂടുതലായിരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ ഒരു മൈനിങ് മെഷീൻസിന് പകരം നമുക്ക് മൈനിങ് ആപ്ലിക്കേഷനുകൾ ഒരുപാട് അവൈലബിൾ ആയി തുടങ്ങി. നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ക്രിപ്റ്റോ മൈനിങ് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. പക്ഷെ
ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്കിപ്പോൾ നമ്മളുടെ ചെലവുകൾ മുന്നോട്ട് കൊണ്ടാവുന്ന രീതിയിൽ ഉള്ള വരുമാനം ആവില്ല. ദിവസം ഈ പറയുന്ന പോലെ ഒരു ദിവസമല്ല, സോറി, മാസം ഒരു $1.5, $2, $5 ഇത്രയൊക്കെ ആയിരിക്കും നമുക്കൊരു മാസം ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കാം. അതിനുശേഷമാണ് നമുക്ക് ടെലഗ്രാമിൽ മൈനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമുക്കറിയാം ടെലഗ്രാമിന്റെ തന്നെ സ്വന്തം കോയിനൊക്കെ മൈനിങ് വന്ന ടെലഗ്രാമിനകത്താണ്. അതൊക്കെ വളരെ സക്സസ് ആയ പ്രോജക്റ്റുകളാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഒരുപാട് മിഷനറി നമ്മൾ കണ്ടു. ഇതിനൊക്കെ ഈക്വലാണ് നമ്മൾ റെഫർ ചെയ്യുന്ന ഓരോ ആളുകളും. നമ്മൾ ഓരോ ആളുകൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മൈനിങ് മെഷീൻ ഫിറ്റ് ചെയ്യുന്ന പോലെയാണ്. എന്റെ മുമ്പിൽ ഒരാൾ നടന്നു പോകുമ്പോൾ ഞാൻ അയാളെ കാണുന്ന ഒരു മൈനിങ് മെഷീൻ ആയിട്ടാണ്. എനിക്ക് അദ്ദേഹത്തിന് റെഫർ ലിങ്ക് കൊടുക്കാൻ പറ്റിയാൽ അദ്ദേഹം $25, $50, $75 എത്ര ആയിക്കോട്ടെ, 10,000, 20,000 എത്രയാണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഒരേ ആളുകളെ നമ്മളൊരു മൈനിങ് മെഷീനായിട്ട് കാണുമ്പോഴാണ് നമ്മളെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് മൈനിങ്ങിന്റെ ഒരു ബേസിക് കേസും. നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും ചെറിയ തോതിലാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പൈസ, നമ്മളൊരു ചായ കുടിക്കുന്ന പൈസയ്ക്കൊക്കെയാണ് നമുക്ക് ഓരോ ടോക്കൺ അല്ലെങ്കിൽ ഒരു കോയിനും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അതിന് നമ്മൾ ഫ്യൂച്ചറിൽ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എന്റെ പേഴ്സണലി ഞാനൊരു ടോക്കൺ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോയിൻ കിട്ടുന്ന സമയത്താവട്ടെ, ഞാൻ അതിന്റെ ഫണ്ടമെന്റലും ടെക്നിക്കലും കടക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം കോമൺ സെൻസിലാണ് കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മളെ സംബന്ധിച്ചോളം ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന്റെ 99% മുകളിൽ കോമൺ സെൻസ് ആയിരിക്കും. ഞാനതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്ന കാര്യം, ഞാനൊരു കമ്പനിയിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അവരുടെ പ്രോജക്റ്റുകളിൽ അതിന്റെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 100 ഇരട്ടിയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. നമുക്കറിയാം മൈനർ എന്ന് പറയുന്ന അല്ലെങ്കിൽ LMX എന്ന് പറയുന്ന ഒരു ടോക്കൺ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ മാർക്കറ്റിലേക്ക് വന്ന ഒരു കമ്പനിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഇടുന്ന $25, $50 എടുത്തിട്ടല്ല കമ്പനി ഇവിടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റ് ലൈവ് ആക്കുന്നത്. നമുക്കറിയാം 30,000 മെമ്പേഴ്സ് ആവുന്ന സമയത്ത് ലോട്ടറി അനൗൺസ് ചെയ്താണ് അത് കൃത്യമായിട്ട് കമ്പനി അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഗൂഗിളിൽ നോക്കാൻ വേണ്ടി പറ്റും ഒരു ബ്ലോക്ക് ചെയിൻ ലോട്ടോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര എക്സ്പെൻസ് വരും. അതേപോലെ തന്നെ നമുക്ക് 75,000 മെമ്പേഴ്സ് ആവുന്ന സമയത്ത് നമ്മളെ വാലറ്റ്, ദെൻ ഓൺ റാമ്പ്, ഓഫ് റാമ്പ്, അതുപോലെ തന്നെ വിസ കാർഡ്. നമുക്ക് കൃത്യമായിട്ട് നോക്കാം വിസ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എത്ര ഫണ്ടിന്റെ ആവശ്യമുണ്ട്. ഒരു വിസ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അവരുടെ വിസയുടെ പൂളിൽ എത്ര ലക്ഷം ഡോളർ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്കോ പോലത്തെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എത്ര ഫണ്ട് വേണം. അതുപോലെ തന്നെ അതിനകത്ത് ഓൺ റാമ്പ്, ഓഫ് റാമ്പ് കൊണ്ടുവരാൻ എത്ര പണത്തിന്റെ ചെലവുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് കമ്പനി ഒരു പ്രോജക്റ്റിൽ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ്. നമ്മൾ കൊടുക്കുന്ന 1,000, 2,000, 5,000, $10,000 ആവട്ടെ, അത്തരം ഡോളർ ഉപയോഗിച്ചിട്ടല്ല കമ്പനി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇൻവെസ്റ്റ് ഇവിടെ ചെയ്യായിരുന്നു. പക്ഷെ ഇന്നത് നമുക്ക് ഒരു ഐഡിയിൽ മാക്സിമം 200 പാക്കേജ്, 50ന്റെ 200 പാക്കേജ്, അതായത് ഒരു ഐഡിയിൽ മാക്സിമം $10,025 മാത്രമാണ് ഒരാൾക്ക് ഒരു ഐഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുന്നത്? ഇതൊരു ROI പ്രോജക്റ്റ് അല്ല, ഇതൊരു പക്ക ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ്. അവിടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫണ്ടിന് ലിമിറ്റേഷൻ കൊണ്ടുവന്നു. അതും വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾക്ക് ടെക്നിക്കലായ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അതിലുപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ജനങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ജനങ്ങൾക്കുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിലാണോ. ഇപ്പൊ ഞാനൊരു ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ എന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ ഉപയോഗിക്കുക. അതല്ല അതൊരു ബന്ധത്തിന്റെ പേരിൽ ഒരു വർഷം ഒരു പ്രാവശ്യം ഉപയോഗിച്ചേക്കാം. പക്ഷെ എനിക്ക് എന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആരും പറയാതെ ഞാൻ അതിന്റെ സ്ഥിരം ഒരു കസ്റ്റമർ ആയിട്ട് മാറും. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകളാണോ LMX കൊണ്ടുവരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ്, ആപ്ലിക്കേഷൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് നോക്കി അതിനകത്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റ്, നമ്മളെങ്ങനെ ആ പോയിന്റിലേക്ക് തിരിച്ചു പോകാം. ഷെയർ മാർക്കറ്റ്, ഒരു ഷെയർ മാർക്കറ്റിൽ എവിടെയാണ് ലിസ്റ്റ് ചെയ്യുക? നമുക്കൊന്നുമില്ലെങ്കിൽ NSE ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ BSE ലിസ്റ്റ് ചെയ്യാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ 2 എക്സ്ചേഞ്ചുകളാണ് നമുക്കൊരു ഷെയർ ലിസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? ഒരു IPO അവിടെ നടക്കും. IPO നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തെടുത്ത് മേടിക്കാം. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് എവിടെ നിന്ന് മേടിക്കാൻ പറ്റും? ഗ്രേ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. അൺലിസ്റ്റഡ് സ്റ്റോക്കിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും.
ഇതുപോലെ ഏതൊരു ക്രിപ്റ്റോ കറൻസി വരുമ്പോഴും ആദ്യം ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഡെക്സിലാണ്. എന്താണ് ഡെക്സ്? ഏതൊരു ക്രിപ്റ്റോന്റെ ശൈശവ കാലഘട്ടത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു വാലറ്റിനെയാണ് നമ്മൾ ഡെക്സ് എന്ന് പറയാം. അത് എക്സ്ചേഞ്ചുകളിലും ഡെക്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ആപ്ലിക്കേഷനിലായിട്ടും ഡെക്സ് അവൈലബിൾ ആണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം OKX, ദെൻ ഗേറ്റ്വേയോ, നമ്പർ 1 ആയിട്ടുള്ള ബിനാൻസ്, റേഡിയം, സോൾ ബ്ലോക്ക് ചെയിനിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന റേഡിയം, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ ഒരു ടോക്കൺ ഡെക്സിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വിചാരിച്ചൊരു 10 ലക്ഷം രൂപ നമ്മളെ കയ്യിലുണ്ട്, ഡെക്സിൽ നിന്ന് മേടിച്ച് നമ്മൾ കൂടെ കൊണ്ട് സ്റ്റേക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ സ്റ്റേക്ക് ചെയ്യാൻ കഴിയില്ല. വൈ? ഒരു ROI പ്രോജക്റ്റ് അല്ല. ഒരു ക്രിപ്റ്റോ എങ്ങനെയാണോ വരേണ്ടത്, ഒരു പ്രോജക്റ്റ് എങ്ങനെയാണോ ഡെവലപ്പ് ആവേണ്ടത്, അവിടെ കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ കമ്പനി ഓരോ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും മനസ്സിലാവുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഓൺ റാമ്പ്, ഓഫ് റാമ്പ് ലോഞ്ച് ആവാൻ പോകുന്നു. ഏകദേശം ഒരു $3025 ബിസിനസ് വോളിയം ചെയ്യുന്നവർക്കോ ചെയ്യിപ്പിക്കുന്നവർക്കോ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ് ഓൺ റാമ്പ്, ഓഫ് റാമ്പ്? നമുക്കിന്ന് USDT മേടിക്കാൻ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കണം. USDT വിൽക്കാൻ മറ്റൊരാളെ ആശ്രയിക്കണം. USDT കൊടുക്കാൻ നമ്മളൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ USDT തരില്ല. പൈസ ആയിട്ട് കൊടുത്താൽ സ്കാം ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഒരുപാട് പേരെ പൈസ പോയിട്ടുണ്ട്. ഇൻ കേസ് USDT വിറ്റ് പൈസ നമ്മളെ അക്കൗണ്ടിൽ വന്നാൽ തന്നെ എന്തെങ്കിലും രീതിയിൽ ഗെയിമിംഗ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്. ഇത് മാർക്കറ്റിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലത്തിനുള്ള എക്സാക്ട് സൊല്യൂഷൻ ആണ് ബിറ്റ്മൈൻ അല്ലെങ്കിൽ LMX കൊണ്ടുവരുന്ന അവരുടെ സെക്കൻഡ് പ്രോജക്റ്റ്. നമ്മൾക്ക് വേറൊരാളെ കയ്യിൽ പൈസ കൊടുക്കാതെ, വേറൊരാളെ കയ്യിൽ USDT കൊടുക്കാതെ 30-ൽ പുറത്ത് രാജ്യങ്ങളുടെ ഫിയറ്റിനെ, 30-ൽ പുറത്ത് രാജ്യങ്ങളുടെ കറൻസികളെ നമ്മൾക്ക് USDT ആക്കാൻ, തിരിച്ച് അതുപോലെ കറൻസി ആക്കാൻ സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളിപ്പോൾ ഡെബിറ്റ് കാർഡ്, വിസ കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും LMXന്റെ വിസ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ ATM ആണ് നമ്മുടെ മുന്നിലുള്ളത്, ആ ATM നമുക്ക് INR വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 30 നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ UK നമുക്ക് പൗണ്ട് വിഡ്രോ ചെയ്യാം, US ഡോളർ വിഡ്രോ ചെയ്യാം. അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെല്ലാം നമുക്ക് അതാത് രാജ്യങ്ങളുടെ കറൻസി നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ഓൺ റാമ്പ്, ഓഫ് റാമ്പ് എന്ന് പറയുന്നത്. ആദ്യം കൊണ്ടുവന്ന ലോട്ടറി എന്താണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലോട്ടറിയുടെ സിറ്റുവേഷൻ, ലോട്ടറി അടിക്കുന്നില്ല എന്നുള്ള പരാതി, പ്രൈസ് കിട്ടുന്നില്ല എന്നുള്ള പരാതി, കിട്ടാൻ ഡിലേ ആവുന്ന പരാതി. ഇതൊന്നുമല്ലാതെ നമ്മളെ സംബന്ധിച്ചോളം 3 ലോട്ടറി ലൈവാണ്. ഓരോ ഡോളറിന്റെ ലോട്ടറി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. 100 പേര് ലോട്ടറി എടുക്കുമ്പോൾ 70 ആളുകൾ വിൻ ചെയ്യുന്ന ലോട്ടോ റിസ്ക് കുറവാണ്, റിവാർഡും കുറവായിരിക്കും. 100 പേര് ലോട്ടറി എടുക്കുമ്പോൾ 50 പേര് വിൻ ചെയ്യുന്ന സെക്കൻഡ് ലോട്ടറി മീഡിയം റിസ്ക് ഉള്ളത് 50-50, റിസ്ക് കുറച്ചുകൂടി റിവാർഡ് കുറച്ച് കൂടുതലായിരിക്കും. 100 പേര് ലോട്ടറി എടുക്കുമ്പോൾ 20 പേര് വിൻ ചെയ്യുന്ന ലോട്ടോ, പക്കാ ലോട്ടോ. ലോട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. റിസ്ക് കുറച്ച് ഹൈ ആണ്, നമുക്ക് റിവാർഡും ഹൈ ആയിരിക്കും. ഇതൊക്കെയാണ് നിലവിൽ കമ്പനി ഡിസൈൻ ചെയ്ത് ഇപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്ന പ്രോജക്റ്റ്. ലോട്ടോ ലൈവ് ആണ്, നമുക്ക് ആർക്കും യൂസ് ചെയ്യാം. അത് ലിറ്റ്മൈനിൽ വരേണ്ട ഒരു ആവശ്യകത ലോട്ടറി യൂസ് ചെയ്യാനില്ല. ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഏതിന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ലോട്ടറി ഗെയിം പ്ലേ ചെയ്യാം. ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എക്കോസിസ്റ്റത്തിന്റെ ക്രിയേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് മുന്നിൽ ബിനാൻസ് വന്നിട്ട് കാണിച്ചു തന്ന കാര്യങ്ങൾ, അവരെങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു പോയത്, അത്തരത്തിലുള്ള അതേ ഒരു എക്കോസിസ്റ്റമാണ് ഇവിടെ കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിറ്റ്മൈനിൽ നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ലോട്ടറിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കമ്പനി കൊണ്ടുവരുന്ന ഓരോ പ്രോജക്റ്റിൽ നിന്നും അവർക്ക് ലോങ് ടൈമിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. പല ആളുകൾ അറിയുന്ന ആളുണ്ടാവും, പല ആൾക്കാർ അറിയാത്ത ആളുണ്ടാവും. എഗെയിൻ ഞാൻ ഓപ്പൺ ആക്കി പറയാണ്, നമ്മളെ സംബന്ധിച്ചോളം ബിനാൻസ് എന്ന ആപ്ലിക്കേഷൻ വരുന്നത് 2017-18 കാലങ്ങളിലാണ്. ഇന്നും ബിനാൻസിൽ വളരെ പ്രൊമോട്ട് ചെയ്തിട്ട് ഏറ്റവും വലിയ ഇൻകം കൊടുക്കുന്നത് എൻ്റെ അറിവിൽ ബിനാൻസ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. റെഫറൽ ഇൻകം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും ഏകദേശം ഒരു 3 to 5 BTC ഒക്കെയാണ് ഓരോ ദിവസവും ബിനാൻസ് അല്ലെങ്കിൽ റെഫർ ചെയ്ത ആളുകൾക്ക്, അല്ലെങ്കിൽ 2017 ബിനാൻസ് വന്ന സമയത്ത് അന്ന് നെഞ്ചത്തടിച്ച് ഏറ്റവും കൂടുതൽ ബിസിനസ് എടുത്ത ആളുകൾക്ക് ഇന്ന് ബിനാൻസ് കൊടുക്കുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ ലിറ്റ്മൈനറിൽ 20 മെമ്പേഴ്സിനെ കാണുന്ന പോലെ, 10 മെമ്പേഴ്സിനെ കാണുന്ന പോലെ നമുക്ക് ബിനാൻസിനകത്ത് നമുക്ക് 20 മെമ്പേഴ്സിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ട് വരുമാനം എടുക്കുന്ന 20ാമത്തെ ആൾക്ക് ഇന്ന് 0.11 BTC ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 9:30 ആയിട്ടുള്ളൂ, 12 മണി വരെ നമുക്ക് സമയമുണ്ട്.
0.1 BTC എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രൈസ് വെച്ചിട്ട് ഏകദേശം 7,80,000 രൂപ മേലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു ദിവസത്തെ റെഫറൽ ഇൻകം കിട്ടി. 20ാമത്തെ മെമ്പർക്ക്, ഫസ്റ്റ് മെമ്പർക്ക് 2.8 BTC, ഏകദേശം അതൊരു 4 BTC ഒക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന കണക്കാണെന്നുണ്ടെങ്കിൽ 3 BTC, ഏകദേശം ഇന്ന് 78 ലക്ഷം രൂപയാണ് BTC പ്രൈസ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സോ നമ്മളെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും 2 കോടി 3 കോടിയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മളുടെ റിസീവിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത് മാത്രം. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കാം, നമ്മുടെ മുന്നിൽ ഒരു ഭിക്ഷക്കാരൻ വരികയാണ്, ഒരു യാചകം വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 10,000 രൂപ കൊടുത്തു നോക്കി, അദ്ദേഹം ഒരിക്കലും മേടിക്കൂല, കളിയാക്കാമെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ആ ഒരു ദിവസം ഒരു 10,000 രൂപ മേടിക്കുക എന്ന് പറയുന്ന റിസീവിംഗ് കപ്പാസിറ്റി ഇല്ല. നമ്മളെ സംബന്ധിച്ചോളം ഡെയിലി ഈ പറയുന്ന പോലെ 5 കോടിയും 10 കോടിയും അല്ലെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പോസിബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ബിനാൻസ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള BNB ബ്ലോക്ക് ചെയിൻ, ഇതേറിയം ബ്ലോക്ക് ചെയിൻ, അങ്ങനെ ഓരോ ബ്ലോക്ക് ചെയിനും ഓരോ വാലിഡേറ്റർമാരുണ്ടാവും. ഈവൻ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബിനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 വാലിഡേറ്റർ ആക്റ്റീവ് ആണ്. 150 കോടി രൂപ പെർ ആനം, പെർ ഇയറിൽ 150 കോടി രൂപ സമ്പാദിക്കാത്ത ഒരു വാലിഡേറ്റർ ബിനാൻസിലില്ല പെർ ഇയർ. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ റിസീവിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് തിരിച്ച് നമ്മളെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ മൈനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മൈനിങ് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് മൈനിങ്ങിന്റെ പിന്നിലേക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ടെലഗ്രാമിൽ എങ്ങനെ വന്നു, നമ്മുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന ഓരോരുത്തരും ഒരു മൈനിങ് മെഷീൻ പോലെയാണ് നമ്മളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ ലെവലുകളിൽ നിന്നും സർട്ടൻ പോസ്റ്റ് ടോക്കൺ USDT നമ്മൾക്ക് അവൈലബിൾ ആവുന്നത്. ഇനി നമ്മുടെ മുന്നിലേക്ക് ഒരു ടോക്കൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ടോക്കൺ ഐഡന്റിഫൈ ചെയ്യുക? നമ്മളെ സംബന്ധിച്ചോളം ഒരു ടോക്കൺ, ഏതൊരു ടോക്കൺ ആയിക്കോട്ടെ കോയിൻ ആയിട്ട്, ആദ്യം ഡെക്സിലായിരിക്കും നമുക്ക് അവൈലബിൾ ആവും. നമുക്ക് ഡെക്സ് സ്ക്രീനർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെല്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാനൊക്കെ ക്രിപ്റ്റോയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്നും അവൈലബിൾ അല്ല. നമ്മളിതൊക്കെ പൈസ കൊടുത്തിട്ട് വെബിനാറിലൊക്കെ പോയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആ ടോക്കണിന്റെ ടിക്കർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമുക്ക് ടോക്കൺ അവിടെ വിസിബിൾ ആയിട്ട് വരും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെക്സ് സ്ക്രീനറുമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടും. ലിറ്റ്മെക്സ് കൃത്യമായിട്ട് കാണാം, ടോക്കണിന്റെ പ്രൈസ് കാണാം, ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ സംബന്ധിച്ചോളം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മേലെ കാണുന്ന ആ ഒരു ഭാഗമാണ്, ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതല്ല, ഡെക്സ് സ്ക്രീനർ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് പറയാണ്. ഇവിടെ ഓഡിറ്റിൽ നമുക്ക് 2 മെയിൻ പോയിന്റ് ആണ് ഡെക്സിൽ വരുന്ന ടോക്കൺ ഉണ്ടാവുന്ന റിസ്ക്. ഒന്ന് മിന്റ് ചെയ്യാന്ന് പറയുന്ന ടോക്കൺ. നമുക്കൊരു 1 ബില്യൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കമ്പനി ഏറ്റെടുക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ടോക്കൺ പർച്ചേസ് ചെയ്ത് വെക്കുന്നു. നാളെ ഒരു 2 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചിരിക്കുന്ന ടോക്കണിന്റെ വാല്യൂ കുറയും. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 5 ബില്യൺ എന്ന് പറഞ്ഞാൽ അഗെയിൻ കുറയും. സോ അങ്ങനെ ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വെരിഫൈഡ് റിപ്പോർട്ടാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. LMX എന്ന ടോക്കൺ 1 ബില്യൺ ലിമിറ്റഡ് സപ്ലൈ ആണ്. ഒരിക്കലും അത് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ഫ്രീസബിൾ ടോക്കൺ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് നമ്മുടെ ടോക്കൺസ് അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്ന ടോക്കൺ ഫ്രീസ് ചെയ്യാൻ കഴിയില്ലയോ? അതും കഴിയില്ല. അവിടെ നമുക്ക് 2 ഏറ്റവും വലിയ നെഗറ്റീവുകൾക്കുള്ള ആൻസർ നമുക്ക് ഡെക്സ് സ്ക്രീനിൽ നിന്ന് ലഭിച്ചു. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ടോക്കൺ എന്നും നമ്മുടെ ടോക്കൺ ആയിരിക്കും. അത് കമ്പനിക്ക് യാതൊരു രീതിയിലും ഫ്രീസ് ചെയ്യാനോ, ഇനി അതല്ല നിലവിലുള്ള 1 ബില്യൺ സപ്ലൈ അത് കൂട്ടാനോ കഴിയില്ല. നമ്മളൊരു പ്രോജക്റ്റ് കേട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളൊരു പ്രോജക്റ്റിനെ നമ്മളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. എന്തിനാണ് വാച്ച് ലിസ്റ്റ്? നമ്മളൊരു പ്രോജക്റ്റ് കേട്ടു, ഓരോ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ പ്രോജക്റ്റ് അനലൈസ് ചെയ്യുക. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ഹോൾഡേഴ്സ് കൂടുന്നുണ്ടോ ഇല്ലയോ? ഹോൾഡേഴ്സ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് റീസൺ? അവർ പ്രീസെയിൽ തുടങ്ങിയോ, പ്രീസെയിൽ കഴിഞ്ഞോ, എന്തുകൊണ്ടാണ് ഹോൾഡേഴ്സ് കൂടാത്തത്? അത്തരത്തിലുള്ള റീസൺ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അവർ ലിക്വിഡിറ്റി കൂടുന്നുണ്ടോ, ട്രേഡിംഗ് വോളിയം കൂടുന്നുണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CMC യൂസ് ചെയ്യാൻ പറ്റും, കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. എന്റെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അതുപോലെ ടെക്സ് സ്ക്രീനൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ടോക്കൺസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും ഒരു കാരണവശാലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ടോക്കണോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടോക്കണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോക്കണോ അല്ല. പല ആളുകൾ ഇപ്പോൾ സൂം ഒക്കെ എടുക്കുന്നത് കൊണ്ട് പല ആളുകളും പേഴ്സണലി വിളിക്കുന്നുണ്ട്, പല ടോക്കൺസിന്റെ കോൺട്രാക്ട് അയച്ചു തരുന്നുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യാവോ സാറേ, ഇതൊന്ന് നോക്കാവോ, ഇതൊന്ന് നോക്കിയിട്ട് പറയാവോ എന്നൊക്കെ പലരും അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്ന പല ടോക്കൺസ് ആണ് എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. സോ ഞാൻ LMX മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ LMX മാത്രം നിലവിൽ ചെയ്യുന്നുള്ളൂ. വേറെ ടോക്കൺ ആരും തെറ്റിദ്ധരിച്ചിട്ട് അതിൽ കാണുന്ന ടോക്കൺ ബൈ ചെയ്യാനോ ആ ഒരു പ്രൊജക്ട് നല്ലതാണെന്നൊന്നും അല്ല. അതൊക്കെ ഈ പറയുന്ന പോലെ പല രീതിയിൽ നെഗറ്റീവ് കണ്ട പ്രോജക്ട്സ് ആണ്. ഞാൻ 1-2 നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നേക്കാം. നമ്മൾക്കിവിടെ LMX കാണാം. ഇവിടെ നമുക്ക് റാങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇവിടെ റാങ്ക് ആണ് ഇപ്പൊ നിൽക്കുന്ന റാങ്ക് 4499 ആണ്. 4500 കൂട്ടാം. നമുക്ക് ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്ത സമയത്ത് 5871 റാങ്ക് ഉണ്ടത്.
ഉണ്ടായിരുന്ന റാങ്ക് 5870. അപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു 1400 അല്ലെങ്കിൽ 1000 റാങ്കിൽ 1500 റാങ്കിന് മുകളിൽ ഈ ഒരു ടോക്കൺ കഴിഞ്ഞ 6 മാസം കൊണ്ട് കയറി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സോ ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിലവിലുണ്ട് എന്ന് നമുക്ക് അർത്ഥമാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോജക്റ്റാണ് LMX. 3 എക്സ്ചേഞ്ചിന്റെ എക്സ് ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ചുകളൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത എക്സ്ചേഞ്ച് അല്ല. വേൾഡിൽ ടോപ്പ് 10ൽ നിൽക്കുന്ന 3 എക്സ്ചേഞ്ചിനകത്ത് അതിൽ നമ്പർ 1 ആയിട്ടുള്ള ബിനാൻസിൽ ഉൾപ്പെടെ എക്സിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ടോക്കൺ മാർക്കറ്റിലേക്ക് മൈൻ ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ബിനാൻസ് ഓപ്പൺ ചെയ്തിട്ട് LMX എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. അതല്ലാത്ത പക്ഷം നമ്മൾ അതിന്റെ കോൺട്രാക്ട് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നമ്മൾ LMX ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓൾമോസ്റ്റ് നമുക്കിവിടെ കാണുന്നത് ഇപ്പോൾ 5 മിനിറ്റ് ചാർട്ടാണ്, 3 മിനിറ്റ് ചാർട്ട്. നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചാർട്ട് മാറ്റാം, 1 അവർ ചാർട്ട്. നമുക്ക് ഈ ഒരു ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചോളം വേണമെങ്കിൽ 1 വീക്ക് ചാർട്ടിലേക്ക് പോവാം, 1 മന്ത് ചാർട്ടിലേക്ക് പോവാം. 1 വീക്ക് ചാർട്ടിലേക്ക് പോകുമ്പോൾ ഓരോ കാണുന്ന ക്യാൻഡിലും, അതായത് റെഡ് ഗ്രീൻ ഒക്കെ കാണുന്ന ഓരോ ക്യാൻഡിലും ഓരോ ആഴ്ചകളിലെ ക്യാൻഡിലായിരിക്കും. നമുക്കറിയാം 3 രൂപ സ്റ്റാർട്ട് ചെയ്ത ടോക്കൺ ഈ കഴിഞ്ഞ ഒരു 6-7 മാസം പിന്നിടുമ്പോൾ ഏകദേശം 10 രൂപയിൽ, അത് 3 ഇരട്ടി പ്രൈസിലേക്ക് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ടോക്കണാണ് ഇത്. 1 മന്ത് ചാർട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഓരോ ക്യാൻഡിലും ഓരോ മന്തിലെ ക്യാൻഡിൽസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു വിഷയം, നമ്മൾ എല്ലാവരും ഈ പറയുന്ന പോലെ ടോക്കണോമിക്സ് അല്ലെങ്കിൽ ബ്രൗസറൊക്കെ കണ്ട ആളുകളാണ്. ടോക്കണോമിക്സിൽ എന്താണ് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് നമുക്കിവിടെ കോൺട്രാക്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. 30% എന്താണ് കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടി കമ്പനി മാറ്റി വെച്ചിരിക്കുന്നതാണ്. 25% എന്താണ് പ്രീസെയിലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. 15% എന്താണ് ലിക്വിഡിറ്റിക്ക് വേണ്ടി. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെർസെൻറ്റേജ് വൈസിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ബിനാൻസിനകത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഒരു ലോക്കൽ എക്സ്ചേഞ്ച് അല്ല, വേൾഡിലെ നമ്പർ 1 ആയിട്ടുള്ള എക്സ്ചേഞ്ചിനകത്താണ് നമുക്ക് കമ്പനി കൊടുത്തുള്ള അതേ ടോക്കണോമിക്സും കാര്യങ്ങളും ഡീറ്റെയിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട കാര്യം ഓഡിറ്റ് റിപ്പോർട്ടാണ്. നമുക്ക് ഈ ഓഡിറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ നമുക്ക് താഴെ കാണാൻ പറ്റും. റിസ്ക് അനാലിസിസ്, അവിടെ ട്രേഡിംഗ് റിസ്ക്, ഈ ടോക്കൺ ട്രേഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബിനാൻസ് ഓഡിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും നെഗറ്റീവ് കാണാനുണ്ടോ? 0 റിസ്ക് ആണ്. കോഷൻസ്, ജാഗ്രതാ നിർദ്ദേശം, അവിടെ നമുക്ക് 0 കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കോൺട്രാക്ട്, നമുക്കറിയാം ഓരോ കോയിനും ഓരോ ടോക്കണും ഓരോ കോൺട്രാക്ട് അഡ്രസ്സുകളായിരിക്കും. ഒരുപാട് സ്കാം നടക്കുന്ന മേഖലയാണ്. സോ ഓരോ ഡിഫറെന്റ് കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് കാണാനുണ്ടോ? അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അടുത്തൊരു ഓപ്ഷൻ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും ടെൻഷനാണ്, ഇതെങ്ങാനും സ്കാം ആയി പോവോ, ഒരുപാട് കമ്പനികൾ ചെയ്തു ആകെ പെട്ട് നിൽക്കുകയാണ്, ഇനി എങ്ങാനും സ്കാം ആയി പോവോ എന്നുള്ളത്. സ്കാം അലർട്ടിൽ അല്ലെങ്കിൽ സ്കാം റിസ്കിലും ഫിനാൻസ് ഓഡിറ്റ് ചെയ്ത ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു നെഗറ്റിവിറ്റിയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ വെരിഫിക്കേഷൻ. നമ്മൾ കോമൺ സെൻസ് നോക്കിക്കഴിഞ്ഞാലും ടെക്നിക്കലി നോക്കിയാലും ഫണ്ടമെന്റലി നോക്കിക്കഴിഞ്ഞാലും വെരി റിച്ച് പ്രൊജക്റ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം ലിക്വിഡിറ്റി ഏകദേശം ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10,000 താഴെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിക്വിഡിറ്റി ഒക്കെ ഏകദേശം 95K അത്രമാത്രം ലിക്വിഡിറ്റി കയറി വന്നു. ട്രേഡിംഗ് വോളിയം കയറി വന്നു. റാങ്ക് ഏകദേശം 1500 റാങ്കിന് മുകളിലേക്ക് റാങ്ക് കയറി വന്നു. ഇത്തരത്തിലുള്ള പ്ലസ് പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേറ്റിന്റെ ഭാഗത്തേക്ക് പോവാം. നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ ഇവിടെ സംഭവിക്കുന്നു. നമുക്കറിയാം തുടക്കം വന്ന ആൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ലോട്ടറി വന്നപ്പോൾ അപ്ഡേറ്റ് പല സംഭവങ്ങളും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ ഒരു അപ്ഡേറ്റ് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത്, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും ഒരുപാട് മെസ്സേജുകൾ കണ്ടിരുന്നു, പേഴ്സണലായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ. മനസ്സിലാക്കുക, ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് വന്നിട്ടുള്ള മാറ്റം. നമ്മളെ നോഡ് ഡെപ്പോസിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റ് റേഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓൾ ടൈം ബിസിനസ് കാണാൻ പറ്റും, ഈ ഒരു മന്ത്ലി ബിസിനസ് കാണാൻ പറ്റും, 30 ഡേയ്സിലെ ബിസിനസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമായിട്ട് ഇപ്പൊ ഞാനിപ്പോ നോക്കുകയാണ്, ഇതിപ്പോ ഓഗസ്റ്റ് 1 മുതൽ എനിക്കിപ്പോ ഇതുവരെ ഓഗസ്റ്റ് 24 വരെ എത്ര ബിസിനസ് വന്നു. അപ്പൊ നമുക്ക് $41,723 ബിസിനസ് വന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റ് മുന്നേ ഇല്ലായിരുന്നു. കഴിഞ്ഞ അപ്ഡേറ്റിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നത്. ഇനി അതിന്റെ മുന്നേ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് എന്താണോ അവിടെ എന്ത് ചേഞ്ച് ചെയ്യണമെന്ന് നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ ബാങ്കോക്കിൽ കമ്പനി അനൗൺസ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു 10 ലെവൽ അഡീഷണൽ കമ്മീഷൻ ഇവിടെ കൂട്ടി തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ 10 ലെവലിന് യാതൊരു ക്രൈറ്റീരിയയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലല്ല അടുത്ത 10 ലെവലുകളുടെ അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ടയർ 1 എന്താണ്? ടയർ 1 നമുക്ക് 11ാമത്തെ ലെവൽ മുതൽ 15ാമത്തെ ലെവൽ വരെ കമ്മീഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം അക്കൗണ്ടിൽ $525 ഉണ്ടാവണം. നമ്മളുടെ ആദ്യത്തെ 3 ലെവലുകളായിട്ട് $5,000 ബിസിനസ് ഉണ്ടാവണം.
അതുപോലെ 10 ലെവലുകളായിട്ട് $15,000 ബിസിനസ് ഉള്ള ഒരാൾക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കും. അത് കഴിഞ്ഞാൽ 11ാമത്തെ ലെവൽ മുതൽ നമുക്ക് 15ാമത്തെ ലെവൽ വരെ കമ്മീഷൻ നമ്മൾ എലിജിബിൾ ആണ്. ടയർ ടൂവിൽ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ബോൺ അക്കൗണ്ടിൽ $1,025 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. നമ്മൾ 1 മുതൽ 5 വരെ ലെവലിൽ $10,000 ബിസിനസ് ഉണ്ടാവണം. അതുപോലെ നമ്മുടെ 1 മുതൽ 15 വരെയുള്ള ലെവലുകളിൽ $30,000 ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് 16ാമത്തെ ലെവൽ മുതൽ 20ാമത്തെ ലെവൽ വരെ ഇൻകം ലഭിക്കും. ഞാൻ ഈ ഇൻകത്തിന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം അപ്ഡേറ്റ് ഉണ്ടായപ്പോൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പോൾ അതൊരു പാനിക് ആയിട്ടുള്ള വിളികളും മെസ്സേജുകളാണ് വരുന്നത്. സോ ഇവിടെ ഓരോ അപ്ഡേറ്റ് നടക്കുമ്പോൾ സാധാരണ ഒരു ക്രിപ്റ്റോ ടോക്കൺ അല്ലെങ്കിൽ ഒരു കോയിൻ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി ഒരു അപ്ഡേറ്റ് വരുമ്പോൾ പേടിയാണ്. അപ്ഡേറ്റ് വന്നാൽ പിന്നെ അതോടുകൂടെ പൂവലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കഴിഞ്ഞ 6 മാസമായിട്ട് ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും അതിനകത്ത് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്പെഷ്യലാണ് ഈ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് പ്രൈസ് അറിയാതെ നമ്മൾ മൈൻഡ് ചെയ്യുന്നതല്ല. നമ്മൾക്ക് ഇതിന്റെ ഓരോ ദിവസം മാർക്കറ്റിലെ പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്. 100 ടോക്കൺ മൈൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് $1,000 കിട്ടി എന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം നമ്മൾ പ്രൈസ് കണ്ടുകൊണ്ടാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് 2x സ്റ്റേക്കിംഗ് റിവാർഡ് ഇൻകം അഡീഷണൽ കിട്ടുന്നുണ്ട്. ടോക്കൺ സെപ്പറേറ്റ് ആണ്. നാളേക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോക്കൺ കളക്ട് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ജസ്റ്റ് എൻ്റെ ഓൾഡ് റിപ്പോർട്ട് ഞാൻ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് $5,825 പ്രസന്റ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇതുവരെ ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതുവരെ ലഭിച്ചിട്ടുള്ള ടോക്കൺ ഏകദേശം ഒരു 5 ലക്ഷം മുകളിൽ ടോക്കണും ഏകദേശം ഒരു $12,000 എബോ ഇതുവരെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഡോളർ എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ചെലവാക്കാനും ടോപ്പ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടോക്കൺ ഇന്ന് കിട്ടുന്നതാണ് നാളത്തെ അസറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് 10 രൂപ നിൽക്കുന്ന ടോക്കൺ ഒരു 5,35,000 ടോക്കൺ എബോ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റി. ഇന്നത്തെ പ്രൈസിലാണെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം 50 ലക്ഷം രൂപ മുകളിലുള്ള വാല്യൂ ഈ ടോക്കണിന് മാർക്കറ്റിൽ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നമുക്ക് ഓൾമോസ്റ്റ് അറിയാം, ലണ്ടൻ ബേസ്ഡ് കമ്പനിയാണ്. നമുക്ക് നാളെ രാവിലെ 5:30 ആകുമ്പോഴാണ് ഒരു ദിവസം കംപ്ലീറ്റ് ആവുക ലണ്ടന്റെ ടൈം കൂടെ ബേസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ മൺഡേ നമുക്ക് കണക്ക് നോക്കണ്ട, മൺഡേ നമുക്ക് വിടാം. അപ്പോൾ ഇതുവരെ ആണെന്നുണ്ടെങ്കിൽ $3,747 ടോക്കൺ ഈ ഒരു 9:45 വരെ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം $93 ഇന്ന് ലഭിച്ചു. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ 5,500 ടോക്കൺ മുകളിൽ ഏകദേശം ഒരു $100-150 എനിക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് ലഭിക്കുന്നതിലുപരി 30-ൽ കൂടുതൽ ആളുകൾ എൻ്റെ കൂടെ നിന്നിട്ട് ഒരു ദിവസം $100 കൂടുതൽ സമ്പാദിക്കുന്നു എന്ന് വളരെ ഹാപ്പിനെസ് ആണ്. ടോക്കൺ സ്റ്റേക്ക് ചെയ്തിട്ടും ബിസിനസ് എടുത്തിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓണത്തിന് പൊന്നോണമാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാനിത് ഒരു ദിവസം കൊണ്ട് ആയതല്ല. തീർച്ചയായിട്ടും എനിക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തുടക്കമുള്ള ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 10-ാം തീയതിയാണ്, സാറ്റർഡേ. അന്ന് എനിക്ക് 28 ടോക്കണാണ് കിട്ടിയത്. 28 സെക്കൻഡ് 13 തേർഡിലെ 54 ടോക്കൺസ് ആൻഡ് $1 കാണാം. ഞാൻ ഈ ഒരു പ്രോജക്റ്റ് കേട്ടു, ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത സമയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. $25 കടന്നു വന്ന സമയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഞാൻ പതുക്കെ വർക്ക് ചെയ്യുന്നു. എനിക്ക് പറ്റിയ എൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയുന്നു. പതുക്കെ എനിക്ക് കിട്ടാവുന്ന ടോക്കണിന്റെ എണ്ണം നിങ്ങൾ കൂടെ കാണാൻ കൂടി വരുന്നു. എനിക്ക് കിട്ടുന്ന ഡോളറും കൂടി വരുന്നു. അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് ഒരു ദിവസം 1000 ടോക്കണിലേക്ക് എത്തി. അപ്പൊ എനിക്ക് കിട്ടുന്ന ഡോളർ ഏകദേശം ദിവസം ഒരു $10 ആവറേജ് വരാൻ തുടങ്ങി, 10-ന് മുകളിൽ. അങ്ങനെ 1000 ടോക്കൺ ശേഷം പിന്നെ പതുക്കെ വർക്കൗട്ട് അതിഗംഭീരമായിട്ട് പോകുന്നു. നമ്മൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടുന്നത് കാണുന്നു, ട്രേഡിംഗ് വോളിയം കാണുന്നു, റാങ്ക് അപ്പ് ആവുന്നത് കാണുന്നു. ഞാനും എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിക്കൊണ്ട് വരുന്നു. എൻ്റെ ടീമിലും അതുപോലെ തന്നെ പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നു, പല ആളുകളും ടീം ബിൽഡ് ചെയ്യുന്നു. അതിന് ഈക്വൽ ആയിട്ടുള്ള വരുമാനവും ടോക്കണും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ വരുന്ന ഓരോ ആളുകളും ഓരോ മൈനിങ് മെഷീനുകളാണ്. അങ്ങനെ വേണം നമ്മൾ സങ്കല്പിക്കാൻ. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ 2000 ടോക്കണിലേക്ക് ഒരു ദിവസം എത്തി. ആ സമയം ഇപ്പോൾ ആയപ്പോഴത്തേന് ഏകദേശം ഒരു $20 ഒരു ദിവസം വരുമാനത്തിലേക്ക് വന്നു തുടങ്ങി. പതിയെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന $5000 എത്താൻ ഞാൻ എടുത്ത 6 മാസമാണ്. എന്നെ സംബന്ധിച്ചോളം ക്രിപ്റ്റോയിൽ എക്സ്പീരിയൻസ്, പക്ഷെ നെറ്റ്വർക്കിൽ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയം ഞാൻ എടുത്തത്. പക്ഷെ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഇപ്പൊ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹരിസാർ ഏകദേശം എന്നേക്കാൾ കൂടുതൽ ഏകദേശം $200 അദ്ദേഹം ഒരു ദിവസം ഏൺ ചെയ്യുന്നുണ്ട്. വെരി പ്രൗഡ് മൂമെന്റ് ആണ്. വെരി ഹാപ്പി ടു സേ. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് സൂം എടുക്കുന്ന അനിൽ സാർ ഇതൊക്കെ അതിഗംഭീരമായിട്ട് ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. സോ ഇതൊക്കെയാണ് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിലുപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരികയാണ്. വളരെ സ്പെഷ്യലായ പ്രോജക്റ്റ്. എന്തുകൊണ്ടാണ് പറയാൻ റീസൺ? നമുക്ക് എല്ലാവർക്കും അറിയാം, OKX, ദെൻ ഗേറ്റ് IO, ദെൻ ബിനാൻസ്.
ഈ 3 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടോക്കൺ നമ്മുടെ കൈകളിലേക്ക് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി വന്നത്. നമുക്ക് നോക്കാം ബിനാൻസിലെ ട്രേഡിംഗ് വോളിയം. ഒരു വർഷത്തിൽ ബിനാൻസിന്റെ ട്രേഡിംഗ് വോളിയം 34 ട്രില്യൺ ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിനാൻസിന്റെ ട്രേഡിംഗ് വോളിയം 34 മില്യൺ. അതുപോലെ തന്നെ ഓക്കെ എക്സിന്റെ ട്രേഡിംഗ് വോളിയം നമുക്ക് നോക്കാം 6 മില്യൺ, ബില്യൺ അല്ല, ട്രില്യൺ ആണ്. ഓക്കെ എക്സും ട്രില്യൺ ആണ്, ബിനാൻസും ട്രില്യൺ ആണ്. ദെൻ ഗേറ്റ് അയ്യോ നമുക്ക് 3.8. ഓക്കെ ഫൈൻ. നമ്മളെ സംബന്ധിച്ചോളം 34 ദെൻ 6 ദെൻ 44 ട്രില്യൺ. 44 ട്രില്യൺ ഡോളറാണ്. ട്രില്യൺ എന്ന് എല്ലാവർക്കും അറിയാലോ. 44 ട്രില്യൺ ഡോളറാണ് നമ്മൾ ഓൾറെഡി ഡെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ മാത്രം ട്രേഡ് നടക്കുന്നത്. അപ്പൊ ഒരു 10 എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. ഈ ഒരു വോളിയം നടക്കുന്ന എക്സ്ചേഞ്ചുകൾ മാത്രം ലിസ്റ്റ് ആയിട്ട് 0.0001% ട്രേഡിംഗ് വോളിയം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം $10 ഇപ്പോൾ ടോക്കണിന്റെ പ്രൈസ് പോകും. സോ നമ്മളതിൽ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഏറ്റവും ചെറിയ പ്രൈസിൽ നമ്മൾക്ക് ഈ പറയുന്ന പോലെ തന്നെ മൈൻ ചെയ്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടീമിനെ ബിൽഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 50% ടോക്കണിൽ മൈനായി കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 വർഷം മൈനിങ് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സിനാരിയോ നമ്മൾ കണ്ടതാണ്. നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് ഇപ്പൊ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തപ്പോൾ 18 ടോക്കൺ ആയിരുന്നു. അത് പഴയ വീഡിയോ ആയിരുന്നു. ഇപ്പൊ വരുന്ന ആളുകൾക്ക് 15 ടോക്കണാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ട്? ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എല്ലാം അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റും വർക്ക്ഔട്ട് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പ്രോജക്റ്റുകൾ ലൈവ് ആവുന്നു, കമ്പനി അഗെയിൻ സ്റ്റേബിൾ ആയി വരുന്നു, കമ്പനി കിട്ടുന്ന ടോക്കൺ കുറച്ചു കൊണ്ടുവരുന്നു. ഇൻകത്തിൽ ഒരു കുറവും കമ്പനി കൂട്ടുന്നില്ല, ഇൻകം കൂട്ടി കൊടുക്കുന്നു, അഗെയിൻ ടോക്കൺ കുറച്ചു കൊണ്ടുവരികയാണ് കമ്പനി. സോ ഇനിയിപ്പോ അടുത്തൊരു വാലറ്റ് നമ്മൾ ഈ പറഞ്ഞ ഓൺ റാമ്പ് ഓഫ് റാമ്പ് ഒക്കെ ലൈവ് ആയി കഴിഞ്ഞാൽ ടോക്കൺ ഇനിയും കുറയുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ലോട്ടറി വന്ന സമയം വരെ നമുക്ക് 18 കിട്ടിയിരുന്നു, ലോട്ടറി ലൈവ് ആയ സമയത്ത് 15 ആയി. സോ അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ലൈവായി ഏകദേശം 30,000 മെമ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയി. ഇപ്പൊ നമുക്കറിയാം 75,000 മെമ്പേഴ്സിലാണ് കമ്പനി പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. എനിവേ ദിസ് മൂവ്മെന്റിൽ ഓൾമോസ്റ്റ് 70,000 മെമ്പേഴ്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം. നമ്മൾ ഈ പറയുന്ന പോലെ ബാങ്കോക്ക് പ്രോഗ്രാം ഞാൻ അച്ചീവ് ചെയ്തു. കമ്പനി കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള $50,000 കാർ ഫണ്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അത് എനിക്ക് കിട്ടിയതിലുപരി എന്റെ ടീമാണ് അത് അച്ചീവ് ചെയ്തത്. ആക്ച്വലി ആ ഒരു ടീം എന്നെ വിശ്വസിച്ച് നിന്ന് കൂടെ നിന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ പ്രയത്നം കൊണ്ടാണ് അതിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരിക്കലും എന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. താങ്ക് യു ഹരി സാർ ആൻഡ് അനിൽ സാർ, ബോത്ത്. എല്ലാവരെയും പേര് എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. പല രാജ്യങ്ങളിൽ ടീം ബിൽഡർ, ഏകദേശം 8ഓളം രാജ്യങ്ങൾ എന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കൂടെ കണ്ടാൽ അറിയാൻ പറ്റും. ഏകദേശം 58 പേരെയാണ് ഞാൻ എൻ്റെ ടീമിൽ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത്. പക്ഷെ അതിൽ നിന്ന് ഏകദേശം 11,500 മെമ്പേഴ്സിന് മുകളിൽ ടീമിലേക്ക് വന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. എൻ്റെ ഉപരി അല്ലാതെ പല ടീമിൽ നിന്നും പല രാജ്യങ്ങളിലും ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ സൂമൊക്കെ എടുക്കുന്ന ഹരിസാർ ഏകദേശം 8-9 രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ബിസിനസ് റണ്ണിങ് ആണ്. എന്നേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു $100-150 കാണുന്നുണ്ടല്ല, ഹരിസാറിന് 200 എബോവ് ആണ് ഓരോ ദിവസം മേടിക്കുന്ന വരുമാനം. സോ ഇവിടെ ആര് എപ്പോ വന്നു അല്ലെങ്കിൽ ആർക്കും എന്ത് നോളജ് എന്നല്ല, ആരാണോ എഫേർട്ട് എടുക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. സോ നമ്മൾ എല്ലാ കാര്യം ഡീറ്റെയിലും മനസ്സിലാക്കിയ ആളുകളാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അഗെയിൻ ഹരിസാറോട് ഉണ്ട്. ഹരിസാർ, താങ്ക് യു ഓൾ. താങ്ക് യു അഫ്സൽജി. വളരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. ഏതാണ്ട് $200 മേലെ ഇപ്പൊ ആവറേജ് ഇൻകം ഓരോ ദിവസങ്ങളും ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങയോട് തീർത്താത്ത കടപ്പാട്. കാരണം എന്താ അറിയോ, ജനുവരി 4-ാം തീയതി 18 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 10 മണിക്ക് ഇൻവെസ്റ്റ് ചെയ്തു, 11 മണിക്ക് കമ്പനി പൂട്ടി. ആ ഷോക്കില്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ട്രോമയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് പറയണമെന്ന് അറിയില്ല, എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് 11-ാം തീയതി 5:15 താങ്കൾ എനിക്ക് ഫോൺ ചെയ്തത്. എന്തായാലും വർക്ക് ചെയ്യാൻ, കാരണം പ്രൊജക്ട് കണ്ടു, താങ്കളായിട്ട് ആസിഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചു തന്നപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. എന്തായാലും മുന്നോട്ട് പോകാന്നുള്ളത് ആയി. അന്നും പണമില്ല, $25 ഇടാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. 13-ാം തീയതിയാണ് ഞാൻ കാലത്ത് 8:30 മണിക്ക് $25 ഇൻവെസ്റ്റ് ചെയ്തിട്ട് താങ്കളെ വിളിച്ചു. ഞാൻ ടോപ്പപ്പ് ചെയ്തിട്ടോന്ന് പറഞ്ഞു. താങ്കളും ഏതാണ്ട് അതേ സമയത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തല്ലേ.
സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് അവസ്ഥ ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് മാറി ഇന്ന് ഇപ്പൊ പറഞ്ഞ മാതിരി ഇപ്പൊ ഏതാണ്ട് ഒരാഴ്ചയായിട്ടുണ്ട് എനിക്ക് 200ന്റെ മേലെ പോയിട്ട്. 200 ഒരു ദിവസത്തെ വരുമാനം 200ന്റെ മേലെ പോയിട്ട് ഒരാഴ്ചയായി. ഇത് ഓരോ ദിവസം ചെല്ലുന്നവരും 2ഉം 3ഉം 4ഉം 5ഉം ഡോളർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. സാധാരണ നോക്കൂ, നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ വീണ്ടും വീണ്ടും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും വീണ്ടും ലോൺ എടുത്തിട്ടോ കടം വാങ്ങിയിട്ട് പണം ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ആ $25 നിന്നുമാണ് ഇതിലേക്ക് ഇത് എത്താൻ സാധിച്ചത്. ഞാൻ വേറെ ഒരു ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും 25 അവരുടെ കയ്യിൽ പൈസ ഇല്ല, പൈസ വരുമ്പോ ഐഡിയ ആക്ടിവേഷൻ ചെയ്യട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഏതാണ്ട് 7000ന്റെ അടുത്ത് കണ്ട് ഇപ്പൊ എനിക്ക് ടീം ഉണ്ടാക്കാൻ സാധിച്ചു. അതേപോലെ ആക്ടിവേഷൻ 650 പേരിലധികമായി. തീർച്ചയായിട്ടും എൻ്റെ കൂടെയും ടീമുണ്ട്. അത് എൻ്റെ മാത്രം എടുക്കൊണ്ടല്ല, ഞങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഞാനും അഫ്സൽ ഭായും നിരന്തരം ഒരുമിച്ച് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോങ് ഡ്രൈവ്, ടീമുകളെ കാണാൻ, കൂടെ നിൽക്കാൻ ആളുകളുണ്ട് കേട്ടോ. അതും കൂടി വേണ്ടി പറയാം. കാരണം അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉള്ളതിന്റെ പേരിലാണ്. ഈവൻ ബാംഗ്ലൂർ പോയിട്ട് ഞങ്ങൾ 1 മണിക്കൂർ പോലും ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ അവിടെ ആളുകളെ കണ്ട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. അല്ലാതെ കണ്ട് അവിടെ റെസ്റ്റ് എടുക്കുക. ത്രൂ ഔട്ട് നൈറ്റും ഡേയും ഒക്കെ ഡ്രൈവിംഗ് തന്നെയായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ, വേണ്ടപ്പെട്ട ആൾക്കാരെ ടീമിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി അടുത്തത് അധികം നീട്ടി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഇനി ഇത്രയും നേരം നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നല്ലേ അഫ്സൽജിയോട് നന്ദി പറയാൻ വേണ്ടി എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ. താങ്ക് യു സാർ. താങ്ക് താങ്ക് യു യു അഫ്സൽ സാർ. താങ്ക് യു Thank you very താങ്ക് much, യു. sir. Thank you. താങ്ക് യു. വളരെ ക്ലിയർ ആയിട്ട് വിശദീകരിച്ച് പറഞ്ഞ അഫ്സൽ സാറിനും കൂടാതെ ഹരി സാറിനും ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. നമുക്ക് അടുത്ത 2 ദിവസം സൂം ഉണ്ടാവുമല്ലോ കേട്ടോ, ഓണൊക്കെ അല്ലേ? ഓക്കെ സാർ. നാളെ വേണ്ടേ? മറ്റന്നാളല്ലേ വേണ്ടതുള്ളത്? നാളെ വേണോ? പിന്നെ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഈ ഓണം ഇങ്ങനെ ആക്കാൻ സാധിച്ചത് ഈ ഒരു പ്രോഗ്രാം ഉള്ളതിന്റെ പേരില. അതിന്റെ പേരിൽ ഞാൻ ഓണം പറഞ്ഞിട്ട് ലിറ്റ്മെക്സ് ഒഴിവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അത്യാവശ്യം ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ നമുക്ക് മറ്റന്നാൾ മാത്രം ഓഫ് കൊടുത്താൽ മതി, ഓണത്തിന് അന്ന് മാത്രം. നാളെ കൊടുത്താൽ നാളെ ക്ലാസ് വെക്കാം സാറേ. ഒരാൾക്ക് നോളേജ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. തീർച്ചയായും നാളെ ക്ലാസ് വെക്കുന്നത് നല്ല കാര്യമാണ്. ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ ആരും വന്നില്ല സാരമില്ല. അപ്പൊ നമുക്ക് പരസ്പരം ഹലോ പറഞ്ഞിട്ട് നമുക്ക് ആവാമല്ലോ. അല്ലെ അനിൽ ഭായ് ഇല്ലേ? അനിൽ ഭായ് നാളെ ബുദ്ധിമുട്ടുണ്ടോ? ഹലോ, അനിൽ ഭായ് പറയൂ. നാളെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാറേ, നമ്മുടെ ടീം എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യം ഇതല്ലേ അതാണ് കാര്യം. നമ്മൾ ടീമിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഓണൊക്കെ അതിന്റെ കൂടുതൽ നടന്നോളൂ, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് അടുത്ത നിമിഷം. നാളെ മീറ്റിംഗ് ഉണ്ട്. നാളെ മീറ്റിംഗിന് മിസ്സിംഗ് ഇല്ല. വേണമെങ്കിൽ മറ്റന്നാൾ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഈ ഇത്രയും നേരം ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്ന അഫ്സൽജിയോട്. യെസ്, ഷംസുദ്ദീൻ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സാറേ, അഫ്സൽ സാറ് വളരെ ഭംഗിയായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് വളരെ നന്ദി അറിയിക്കുകയാണ്. വളരെ വെരി വെരി താങ്ക്സ്. അതിന്റെ കൂടെ അഫ്സൽ സാറ് പറഞ്ഞതിന്റെ ഇടയ്ക്ക് പുതിയൊരു അപ്ഡേഷന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് മിസ്സായോ? എനിക്ക് എന്റെ ശ്രദ്ധയിൽ വിട്ടതാണോന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു.
എന്തെങ്കിലും അപ്ഡേഷൻ സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്? പോയിട്ട് അവിടെ നമുക്ക് നോട്ട്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഡേറ്റ് വൈസ്, ഓരോ ഡേറ്റ് വൈസും നമ്മുടെ സ്റ്റേജ് വൈസ് ഉള്ള ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ലിറ്റ്മെക്സ് തുറക്കുക, ലിറ്റ്മെക്സ് തുറന്ന് ഓക്കെ ഓക്കെ. ആ അത് സാർ കാണിച്ചിരുന്നല്ലോ. നോട്ട്സിൽ പോവുക, നാലാമത്തെ ഓപ്ഷൻ. അത് നാലാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് വൈസ് ബിസിനസ് അറിയാം, നമുക്ക് ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത അതാ. അതായത് നിങ്ങൾക്ക് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എത്ര നിങ്ങൾ, അതായത് സപ്പോസ് നിങ്ങൾ ഒരു ലീഡർഷിപ്പിലേക്കുള്ള ഒരാളാണ്, നിങ്ങൾ പറയണം എന്റെ ടീമിലുള്ള ഇന്ന ഇത്ര ആൾക്കാർക്ക് ഞാൻ ഓഫർ നൽകുകയാണ്, അത് അവിടെ ഇത്ര ബിസിനസ് വെച്ചാൽ അതിന് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് അഫ്സൽ സാർ പറയാൻ പോകുന്ന പോലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ, വി, ഞാൻ അടുത്ത കോളറിലേക്ക് പോകട്ടെ. വി ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. വി. ഹലോ സാർ, എൻ്റെ പേര് വത്സൻ എന്നാണ്. സാർ, എനിക്കൊരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗോവ ട്രിപ്പിൽ അച്ചീവ് ആവണമെങ്കിൽ അത് ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഈ 3025 USDT ടോപ്പ് വേണ്ടത്? മുൻപുള്ള മാസങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുമോ? 1-ാം തീയതി മുതൽ ആരംഭിച്ചു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. 1-ാം തീയതി മുതൽ ആരംഭിച്ചു. ഈ 31-ാം തീയതിക്കുള്ളില് മൊത്തം $3025 സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ അതല്ലെങ്കിൽ ഡയറക്റ്റ് എത്ര പേരെ റെഫർ ചെയ്തിട്ടുണ്ടോ അതിലൂടെയോ ഈ ബിസിനസ് വന്നാൽ താങ്കൾക്ക് എലിജിബിലിറ്റി ആയി. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. താങ്കളുടെ റെഫറൽ ലിങ്കിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ $25 എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ, മറ്റേ ആക്ടിവേഷൻ ചെയ്യണമല്ലോ, ഓട്ടോമൊബൈൽ ഇതിന് വേണ്ടിയിട്ട്, ബോട്ടിന് വേണ്ടിയിട്ട്, ഓട്ടോ മൈനിങ്ങിന്. ഞാനൊരു $25 ഇൻവെസ്റ്റ് ചെയ്തു, കൂടാതെ ഒരു $1000 കൂടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ $1025 ആയോ? ഇതേപോലെ വേറെ 2 പേര്, താങ്കളുടെ ഡയറക്ടറുള്ള 2 പേര് $1000 ഇൻവെസ്റ്റ് ചെയ്തു. താങ്കൾക്ക് ക്വാളിഫൈ ആയി. ക്ലിയർ ആയോ? ജൂലൈയിൽ സാർ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതാണ്ട് $40,000 ബിസിനസ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ഈ മാസം തന്നെ എന്റെ ഐഡിയയിൽ ഞാൻ എന്റെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റും കൊണ്ടുവന്നിട്ടാണ് ഞാൻ ക്വാളിഫൈ ആയത്. ഈ മാസത്തെ കോൺടെസ്റ്റ് ആണ്. ഈ 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങുന്ന, ഓഗസ്റ്റ് 31-ാം തീയതി ക്ലോസ് ആവുന്ന ഈ പീരീഡിന്റെ ഉള്ളിൽ $3025 ബിസിനസ് മാത്രം മതി. അത് ഡയറക്റ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ സ്വന്തമായിരിക്കണം. ഓക്കെ സാർ, ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ശരി. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളിപ്പോ 3-4 മാസം ഈ ബിസിനസ് നടത്തിയിരുന്ന നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടകം തന്നെ ഇത്രയും നിസ്സാരമായിട്ടുള്ള എമൗണ്ട് ഇടാനുള്ള കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇപ്പൊ തന്നെ 93 പേരറ്റി ആയും തോന്നുന്നു ഓൾറെഡി അതിലേക്ക് ക്വാളിഫൈ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തായിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോ നമുക്ക് ആരും പറയാനില്ലെങ്കിൽ ഉത്രാടപ്പാച്ചിൽ തുടങ്ങിക്കോളൂ. ഉത്രാടപ്പാച്ചിൽ എവിടെ തുടങ്ങണമെന്ന് അറിയോ? ലിറ്റ്മൈനിലാണ് തുടങ്ങേണ്ടത്. അല്ലാതെ ഉത്രാടം കഴിഞ്ഞ വർഷവും ഓണം ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ വർഷം ഓണം ഉണ്ടായിരുന്നു, ഇനി വരും സമയത്തൊക്കെ ഓണം ഉണ്ടാവും. ആ ഓണം നമുക്ക് ഈ ഒരു ലിറ്റ്മൈനിലൂടെ നമുക്ക് ഇനി ഫ്യൂച്ചർ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തില് ഒരുപാടൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിലും ഈ $3025 ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് സെറ്റിൽഡ് ആണ്. വേറെ ഒന്നും ചെയ്യണ്ട. വെച്ചാൽ ഈ എമൗണ്ടിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം കേട്ടോ. ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സാധനം അതൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്നുള്ളൂ. പണം വരട്ടെ, വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് വിനിയോഗിക്കണമെന്നും അത് എന്തൊക്കെ രീതിയിൽ കൂടെ ആണെന്നും എപ്പോഴാണ് എന്തൊക്കെ ചെയ്യണമെന്ന്, സെൽ ഔട്ട് എപ്പോഴാണ്, ബൈങ് എപ്പോഴാണ്, ഇതെല്ലാം ശ്രീ അഫ്സൽ സാറിന്റെ കെയർ ഓഫിൽ നമുക്ക് ടൈം ടു ടൈം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ്. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞു, പല പ്രൊജക്റ്റുകളിലും നമ്മൾ പോകും, പക്ഷെ നമ്മൾ ആ പ്രൊജക്റ്റില് ഭാഗമാകും, പക്ഷെ ഫോണോ സൈലന്റ് ആയിരിക്കും, നമ്മൾ ഇതൊന്നും കേൾക്കാൻ നിൽക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, മീറ്റിങ്ങിൽ കയറൂ,
മീറ്റിംഗിൽ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കൂ. ഈ 1 മണിക്കൂറിന്റെ ഒരു കാര്യമല്ലേ. ഈ $200 സമ്പാദിക്കാൻ വേണ്ടി ഞാൻ എത്ര നേരം എനിക്ക് പണിയെടുത്തൂടെ? 24 മണിക്കൂറല്ല, ഞാൻ 48 മണിക്കൂറും ഞാൻ പണിയെടുക്കാൻ തയ്യാറാ. കാരണം എവിടുന്ന് കിട്ടാനാ? ഒരു കമ്മിറ്റ്മെന്റ്, ഒരാളുടെയും ഒരു ബർഡനും ഇല്ലാതെ ഉണ്ട്, ഒരാളുടെയും ഒരു രൂപ നഷ്ടപ്പെടുത്താതെ ഇന്നത് എനിക്ക് സാധിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്റെ ടീമിൽ വന്നിട്ടുള്ള ഈ 7000 പേർക്കും ഞാൻ അഷുറൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ഒരാളുടെയും ഒരു രൂപ പോലും പോവില്ല. എന്തുകൊണ്ട് ഇത്രയും പറയാൻ സാധിക്കുന്നു സുഹൃത്തുക്കളെ? എല്ലാവർക്കും അതുകൊണ്ട് ഉത്രാടപ്പാച്ചിൽ ഇപ്പൊ തുടങ്ങിയോളൂ. ഉത്രാടപ്പാച്ചിൽ നാളത്തേക്ക് ആക്കണ്ട. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് സ്റ്റേ ലിറ്റ് മാക്സ്.